കേരളമാണ് മാതൃക. ഈ ലോകത്തൊരു രാജ്യത്തിനാണ് കഴിഞ്ഞിട്ടില്ല. ഒരു തവണ കൂടി CPM സർക്കാർ വന്നോട്ടെ, അതോടുകൂടി അവർ തീരും. അങ്ങനെ ആഗ്രഹമാണ് പലർക്കും. ഞങ്ങൾ അന്ധവിശ്വാസികളല്ല. സ്വന്തം ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരുന്നത് അമ്പലത്തിനുള്ളിൽ തൊഴാൻ പോയേക്കുമായിരുന്നു സ്വന്തം ഞാൻ. ഒരു കോൺഗ്രസ്സുകാരനല്ല എന്നുള്ള നെഗറ്റീവ് ഉണ്ടാക്കുന്നത് ഈ ഡീലിന്റെ ഭാഗം. എന്ന് പറഞ്ഞാൽ ഡീലാണല്ല. ഡീൽ ചെയ്യുന്നവർക്ക് പറയാൻ പറ്റുള്ളൂ. കള്ളനാണ് എപ്പോഴും കള്ളം 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 എന്ന് പറഞ്ഞാൽ അവൻ കള്ളനാണ്. അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് അറബിക്കടലിന്റെ റാണിയായ കൊച്ചി. അതെ, നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിലാണ്. 14 നിയോജക മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് എറണാകുളം ജില്ലയിലെ ഈ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം എന്ന് പറയുന്നത്. നല്ല കൃത്യമായ, നല്ല ടഫായ കോമ്പറ്റീഷൻസ് ആണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടക്കുന്നത്. എന്തായാലും എറണാകുളത്തിന്റെ വികസനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കൊപ്പം 3 രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാവുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള ജിജീഷ് കരുണാകരനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആ ഒരു തകർപ്പൻ ചർച്ചയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ജിജീഷയുടെ എങ്ങനെയുണ്ട് എറണാകുളത്തെ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ജനങ്ങൾ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? ശില്പ, എറണാകുളത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, നമ്മൾ ഈ വെള്ളത്തിന്റെ അടുത്ത് നിന്നാ സംസാരിക്കുന്നത്, പക്ഷേ കുടിവെള്ള പ്രശ്നം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ ഈ വികസനം എത്താത്ത മേഖലകളെല്ലാം തന്നെ അത്തരം രാഷ്ട്രീയ കക്ഷികൾ ഇവരൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇവരോടൊക്കെ തന്നെ അവരോട് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ വിനോദേട്ടനുണ്ട്, സുന്ദരൻ ചേട്ടനുണ്ട്, മുത്തുജി ഉണ്ട്, CG രാജഗോപാൽ, ഇവരെല്ലാം കാരണം രാഷ്ട്രീയ രംഗത്ത് വലിയ തോതിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ആളുകളാണ്. എന്നാൽ അതിലധികം വലിയ സൗഹൃദം നമ്മളിവർ പരസ്പരം ഇടിപിടിച്ചങ്ങ് തീർക്കുമെന്നൊന്നും ആരും കരുതണ്ട. വളരെ സൗഹൃദ സംഭാഷണത്തിനാണ് ഇവരെല്ലാവരും എത്തിയിട്ടുള്ളത്. ആദ്യം നമുക്ക് വിനോദേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ ശില്പ ചോദിച്ചത്, എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചതാണ് പറയുന്നത്? എറണാകുളം ജില്ലയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ പറയും 30 തൊട്ട് കൽപ്പൂരം വരെ വില വർധനവ് ഉണ്ടായെന്ന് പറയും. അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. കാരണം നികുതി വർധനവ് വെള്ളക്കരം കൂട്ടി, ഇലക്ട്രിസിറ്റി ചാർജ് 300% കൂട്ടി. അത് കൂട്ടുന്നത് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ 2 പ്രാവശ്യത്തേക്കാണ് കൂട്ടുന്നത്. അതുപോലെ തന്നെ വസ്തുക്കരം കൂട്ടി, വീട്ടുകരം കൂട്ടി. ഇനി കൂട്ടാത്തൊരു മേഖലയില്ല. ജനങ്ങൾ പാടെ ബുദ്ധിമുട്ടില്ല. അതിനേക്കാൾ ഉപരി സെസ്, കിഫ്ബി എന്ന് ആഘോഷിക്കുമ്പോൾ കിഫ്ബിയുടെ പേരിൽ നമ്മളടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിലും നമ്മൾ സെസ് കൊടുക്കുക. 2, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി അവിടെ സെസ്സും നികുതിയും വർദ്ധിപ്പിച്ച് അതുപോലെ തന്നെ GSTയും എല്ലാം ആയിട്ട് അശാസ്ത്രീയമായ GSTയും പരിഷ്കാരവും എല്ലാം കൊണ്ടുവന്ന് ജനങ്ങളാകെ ദുരിതത്തിലാണ്. ഇവിടെ ആകെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ PR വർക്ക് മാത്രവും. ഈ PR വർക്കിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ ഓരോ മുക്കിലും മൂലയിലും 3ഉം 4ഉം ഫ്ലെക്സ് കാണുന്നത്. ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് 3 ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാൽ ജയിക്കുമെന്നാണ് കരുതുന്നതെങ്കിൽ ഇതെങ്ങനെ കേട്ടോണ്ടിരുന്നതെന്നാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. കാരണം UDFന്റെ 5 അന പദ്ധതി, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു പറയും ഞങ്ങൾ വെറുതെ പറയാണെന്ന്. എല്ലാം പഠിച്ചിട്ട് തന്നെ പറയണത്. അല്ലേ? സുന്ദരൻ എന്തായാലും അല്ലേ സുന്ദരൻ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടോ? ഒരാളല്ല. ഇന്ത്യ രാജ്യത്തിനകത്ത് 10 വർഷം കൊണ്ട് ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെ ആകാൻ കഴിയും എന്നുള്ളത് വലിയ അത്ഭുതമാണ്. കിഫ്ബി എന്ന സംവിധാനം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ചതാണെങ്കിലും അത് പ്രായോഗികമായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഞങ്ങൾ 50,000 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് അതുമായിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ 1,10,00,000 രൂപയുടെ പദ്ധതി നടക്കുന്നത്. ഒരു കാലത്ത് അസാധ്യമാണെന്ന് പറഞ്ഞ നമ്മുടെ 66 ഹൈവേ അതിപ്പോൾ പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചറിയാമോ? കഴിഞ്ഞ കാലത്ത് പവർ കട്ടിന് ലോഡ് ഷെഡിങ്ങിന് അപ്രഖ്യാത കെട്ടുമായിരുന്നു. അപ്പോൾ ഇടമൺ പവർ ഹൈവേ അത് ഭൂമി എടുക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടെന്ന് അടച്ചു വയ്ക്കപ്പെട്ടതാണ്. അതിപ്പോൾ തുറന്നു, വൈദ്യുതി വരുന്നു. നമ്മുടെ കേരള സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 32% ഈ കേരളത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ബാക്കി നമ്മൾ വലിയ വില കൊടുത്ത് അദാനി അടക്കമുള്ള ആളിത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ
എറണാകുളം ജില്ലയുടെ UDF MLA-മാരിക്കുന്ന സ്ഥലങ്ങളിലും LDF MLA-മാരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം വലിയ തോതിൽ വികസനം നടത്തുന്നുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് കിട്ടാത്ത ഏക ഒരു മണ്ഡലം എന്നത് തൃപ്പൂണിത്തുറയായിരിക്കും. തൃപ്പൂണിത്തുറ കിഫ്ബി ഫണ്ട് തുടങ്ങി വെച്ച സ്വരാജിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചതുപോലും പിന്നീട് അത് മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവിടെ നികുതി വർധനവ് എന്ന കാലാകാലങ്ങളായി അത്തരം കാര്യങ്ങൾ പരിഷ്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതനുസരിച്ചുള്ള ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വിലക്കയറ്റം പിടിച്ച കാര്യത്തിൽ ഇപ്പോൾ റേഷൻ കടയിൽ നിന്നും അരി വാങ്ങിക്കുന്ന ഏതൊരു കുടുംബത്തിനും ആവശ്യമായ നല്ല ഒന്നാന്തരം അരി ലഭിക്കുന്നുണ്ട്. പിന്നെ നിത്യോപയോഗ സാധനങ്ങൾ ഒരു കാലത്ത് ഷോർട്ടേജ് വന്നിരുന്നു. ഇപ്പോൾ അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. അത് 13 ഇനം സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും അത് വാങ്ങിക്കാൻ കഴിയുന്നുണ്ട്. 62 ലക്ഷം ആളുകൾക്ക് 2000 രൂപ കൊടുക്കുന്നതിൻ്റെ ഫലമായി ആ പണം പൊതു മാർക്കറ്റിലേക്ക് വരികയാണ്. മാർക്കറ്റിനകത്ത് ആ പണം വരികയാണ്. അപ്പോൾ അത് അവരെ സഹായിക്കുന്നതോടൊപ്പം പൊതു മാർക്കറ്റിലെ വിൽപ്പനയ്ക്കും ഉൽപ്പാദനവും വർദ്ധിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാട് ഇത് UDF-ൻ്റെ കാലത്ത് ആലോചിച്ച് നോക്കിയോ. 500 ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി കാലത്ത് 600 ആക്കി. ആ 600 18 ദിവസം കൊടുത്തില്ല. അതിൽ 18 ദിവസം ചിലത് 15 മാസമുണ്ട്, ചിലത് 12 മാസമുണ്ട് കൊടുത്തില്ല. അത് പിന്നീട് LDF ഗവൺമെന്റ് വന്നപ്പോൾ LDF ഗവൺമെന്റ് ആദ്യം കൊടുത്ത കുടിശ്ശികയായിരുന്നു. ഇത്രയും വികസനങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഒരു ഭരണവിരുദ്ധ വികാരമുള്ള ഇവിടെ? ഭരണവിരുദ്ധ വികാരം കേരളത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഈ മാധ്യമങ്ങൾ, കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ, അത് അച്ചടി മാധ്യമമായാലും ദൃശ്യമാധ്യമമായാലും അവർ പടച്ചുണ്ടാക്കിയെടുക്കുന്ന വാർത്തകൾ അത് ജനങ്ങളിലേക്ക് നന്നായി പോകുന്നുണ്ട്. അതിനനുസരിച്ച് കനകയിൽ സിദ്ധാന്തത്തിൻ്റെ നുണപ്രചരണങ്ങൾ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് കുറേ മാറ്റങ്ങൾ അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റി വരിക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളവർ. അത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CJ, ഇവർ രണ്ടുപേരും ഞാൻ അപ്പോഴാണ് പരസ്യവാചകം ചോദിച്ചത്. ഇവർ രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണെന്ന് അത് ഭയങ്കര അല്ലേ? എല്ലായിടത്തും ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ അതാണ് അപ്പോ രണ്ടും രണ്ടല്ല, അങ്ങനെ ഇവര് രണ്ടും രണ്ടല്ല ഒന്നാണോ? ഒന്നാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. നമ്മുടെ ജനത്തിന്റെ വാക്കുകൾ കടമെടുത്ത് പറയും. ഇനി ജനങ്ങൾ പറയട്ടെ, ജനങ്ങൾ പറയട്ടെ. ഇനി തീർച്ചയായും സുന്ദരേട്ടനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ അവർ BJP-യെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. വികസനത്തെ കുറിച്ച് 10 വർഷത്തെ പറഞ്ഞു. വികസനത്തെ അവസ്ഥ ഈ കുറ്റി പോലെയാണ് കേരളത്തിൽ. കുറ്റി കാണിക്കണോ? പ്രത്യേകം പറയാം. കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. തൃപ്പൂണിത്തുറ ഈ വെള്ളം എങ്ങനെ ഉണ്ടായിരുന്ന വെള്ളം സുന്ദരേട്ടൻ എന്നൊക്കെ പ്രായം ഉണ്ടറിയാം. കറുത്ത് കരിക്കട്ടയായിരിക്കുകയാണ്. ഇനി തൊട്ട് പുറകിൽ കാണുന്നത് ചരിത്ര സ്മാരകമാണ്. ഞാൻ നേരത്തെ സംസാരിച്ചു സുന്ദരേട്ടന്. ആ പാലം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒന്ന് അത് കാണണം. കേരളത്തിലെ ഏറ്റവും പൈതൃക നഗരമെന്ന് പറയുന്ന തൃപ്പൂണിത്തുറ. ആ തൃപ്പൂണിത്തുറയിൽ 2 MLA-മാരുള്ള തർക്കം. അതായത് ഒന്ന് കോൺഗ്രസ് PT തോമസ് ഉള്ള കാലത്ത്, ഒന്ന് സ്വരാജ്. അപ്പം ഇവർ 2 തർക്കത്തിൽ ആരാ പെട്ടിരിക്കുന്നത്? ജനങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ഈ ഒടിഞ്ഞ പാലം പോലെയാണ് ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലല്ല, പറയാം, കൗണ്ടർ കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എന്നേക്കാൾ രാഷ്ട്രീയ പാരമ്പര്യം. ഞാൻ പറയുന്നത് വെച്ചാൽ കേരളത്തിൽ ഈ 10 വർഷത്തെ ഭരണം കേരളത്തെ വീർപ്പ് മുട്ടിച്ചു. കേന്ദ്ര ഗവൺമെൻറ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു അരി പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞു. അതിന് കാരണക്കാരാണ് കേരളം ആശ്രയിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെയാണ്. ഇപ്പോൾ കേരളത്തിൽ നെൽകൃഷി ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങൾ എന്ന് പറഞ്ഞ പാട് കർഷകർ പൊടിഞ്ഞു. വ്യവസായികൾ ആലപ്പുഴ നഗരം തരിമ്പും ഇല്ലാണ്ടായി. നമ്മൾ എന്ത് കൊടുത്തു? പാലക്കാട് വാങ്ങിച്ചു. എന്നിട്ട് കന്യാകുമാരി അങ്ങോട്ട് കൊടുത്തു, തമിഴ്നാട് കൊടുത്തു. കന്യാകുമാരി പാലക്കാട് എന്താ അവസ്ഥ? നെല്ലുണ്ടോ? കേരളം ഇപ്പോൾ വാസ്തവത്തിൽ ഒരു കേഴിയാണ്. ഞാൻ പാട്ട് പാടിയ കുഴപ്പമുണ്ടോ? പിന്നെ തീർച്ചയായും പാട്ട് പാടണം. അപ്പോഴാണ് ഈ ഒരു ദേശീയൊക്കെ ഒന്ന് ശമിക്കുള്ളൂ അല്ലേ? ഒരു പാട്ട് ഞാൻ 2 വരി പോകാം. എൻ പ്രിയ കൈരളി, എൻ പ്രിയ കൈരളി, കേഴുന്നതെന്തിനു നീ? വികസനമില്ലാത്ത നാളുകൾ
നിനക്കായി നൽകിയ മുന്നണികൾ. ഈ പാട്ട് തൃശ്ശൂരിലെ ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുന്നു. ഈ പാട്ടൊന്നും വികസനമാണ് വേണ്ടത്. അതെ, ഈ പാട്ടെന്നറിയോ, ഈ പാട്ടിന് വികസനമാണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് തരാം. വികസനമാണ് നടക്കുന്നത്. പക്ഷെ വികസനം വേണം. ഇവിടെ പറഞ്ഞല്ലോ ഈ ഗവൺമെന്റ് ശ്വാസം മുട്ടുകയാണെന്നുള്ളത്. ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. കേന്ദ്രം കേരളത്തിന് തരേണ്ട പദ്ധതി വിഹിതങ്ങൾ തരാതിരിക്കുകയും കേരളത്തെക്കുറിച്ച് ബഡ്ജറ്റിനകത്ത് ഒരു വാക്ക് പറയാതിരിക്കുകയും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി 71 പദ്ധതികൾ അവതരിപ്പിച്ചപ്പോൾ അതിൽ ഒന്നായിരുന്നു വിഴിഞ്ഞം. പക്ഷേ അത് ഗ്രാൻറ്റില്ല, അത് ലോൺ. എന്നാൽ മറ്റ് 70 പദ്ധതികൾക്കും ഗ്രാൻറ്റാണ്, പലിശയില്ലാതെ തിരിച്ചടയ്ക്കുന്ന ഗ്രാൻറ്റാണ്. എന്തുകൊണ്ടാണ് ചെയ്തത്? കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. കേരളത്തിൽ ഇപ്പം നെൽകർഷകരായ കാര്യം പറഞ്ഞല്ലോ, പാലക്കാട് കൃഷി ചെയ്യാത്ത 1 ഇഞ്ച് ഭൂമി പോലും കാണില്ല. 1725 കോടി രൂപയാണ് കേന്ദ്രം തരേണ്ട സബ്സിഡി തരാതിരിക്കുന്നത്. അതുകൂടി കേരളം എടുത്താണ് കൃഷിക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഇത് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനാണ്. ആ ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങൾ ചേരുന്നതാണ്. ആ സംസ്ഥാനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്, സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നും അതിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തെ മാത്രം മാറ്റി നിർത്തുന്നു? അങ്ങനെ കേരളത്തെ മാത്രം മാറ്റി നിർത്തുമ്പോൾ എന്താ കോൺഗ്രസ് നിലപാട് അത് തന്നെയാണ്, ഇവിടെ ശ്വാസം മുട്ടണമെന്നുള്ളതാണ്. അങ്ങനെ ശ്വാസം മുട്ടിക്കാതെ വിവിധ മേഖലകളുടെ അതിന് പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കി ജനങ്ങളെ മുന്നോട്ട് നയിക്കുക എന്നാണ് ഈ 10 കൊല്ലക്കാലം കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അതിന് ജനങ്ങളുടെ നല്ല അംഗീകാരമുണ്ട്. പക്ഷേ ഈ തന്ന കേന്ദ്ര ഫണ്ടൊക്കെ നമ്മൾ കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ശിവൻകുട്ടി മന്ത്രി അടക്കം പറഞ്ഞത് കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതെ, ഇപ്പൊ മുത്തു പറഞ്ഞു ഈ പാലത്തിന്റെ കേസ്. അതേ വിട്ടുപോയതാണ് പറയാം. പാലത്തിന്റെ കേസ് പറയുമ്പോ സ്വരാജിന്റെ കാലത്ത് ഈ പാലത്തിന് ടോക്കൺ മണി കൊടുക്കാന്ന് പറയും. എന്നിട്ട് പുള്ളി നടത്താൻ പോവാന്ന് പറഞ്ഞു. ടോക്കൺ മണി എന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ കാശ് വെച്ച് കൊടുത്തിട്ട് അത് ടോക്കൺ ആക്കുക. പക്ഷെ കെ ബാബു വന്നതിന് ശേഷം, അപ്പുറത്ത് ഉമാ തോമസ് വന്നതിന് ശേഷം PT മരിച്ചു പോയത്. അതിന് അന്ന് PT ഒരുപാട് ജോലി ചെയ്ത സംഭവം. അതിന് കഴിഞ്ഞ് ഇപ്പോൾ 30 കോടി രൂപയ്ക്കുള്ള എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി ഭരണാനുമതിക്ക് വിട്ടിരിക്കുക. തൊട്ടടുത്ത വീട്ടുകാർ കേസ് കൊടുത്തിട്ടുണ്ട്. NIT ഇത് പൊളിക്കരുത്, NIT കൊണ്ട് അതാണ് ഇപ്പോൾ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നത്. ഈ തകർന്നു പോയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നടപ്പാതയാണ്. അഡീഷണൽ യഥാർത്ഥ പാലം ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ആ പാലത്തിന് ബലക്ഷയമുണ്ട് എന്നാണ്. പോകാൻ കഴിയില്ല. പക്ഷേ ഇവിടെയുള്ള സമീപത്തെ ചില വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് NIT കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ്. അപ്പം അതിൻ്റെ പേരിൽ 2 സ്ഥലത്തെ MLA കോൺഗ്രസ് വന്നപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുണ്ടായി, പെൻഷൻ്റെ കാര്യം പറയുണ്ടായി. സ്വരാജ് കൊടുത്ത മറുപടിയിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ചില തർക്കത്തിന് മാത്രം ചിലവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് 12-10 മാസം വ്യത്യാസമുള്ളൂ. 12-10 മാസം വ്യത്യാസം അതാണ്. ബാക്കിയുള്ള 18 മാസവും ചില ബാങ്കുകളുടെ വിഷയം മാത്രമേ ഉള്ളൂ. ഇത് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞ് ഏറ്റവും ടോപ്പ് അവർ പറയാം. ഇനി ഒരു കാര്യം പറയാം. കേരളത്തിൽ പെൻഷൻ സുതാര്യമാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. നേരത്തെ 25,000 രൂപ വാർഷിക വരുമാനമുള്ള ആൺമക്കളില്ലാത്തവർക്ക് മാത്രം കിട്ടിയിരുന്നത് 1 ലക്ഷം രൂപ നിജപ്പെടുത്തി ആൺമക്കൾ ഉണ്ടെങ്കിലും പ്രായപൂർത്തിയായവർക്ക്, പ്രായം ചെന്നവർക്ക് കൊടുക്കാമെന്നുള്ള ധാരണ കൊണ്ടുവന്നതും അത് പ്രകാരമാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം നമ്മുടെ ആളുകൾക്ക് ഇത് കിട്ടി തുടങ്ങിയത്. ഞങ്ങൾ പറയുന്നത് ഇവിടെ കഴിഞ്ഞ LDFൻ്റെ പ്രകടന പത്രികയിൽ എപ്പോഴും LDF സ്വന്തം ചേട്ടനൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ പത്രിക മുഴുവൻ ആരും കണ്ടിട്ടുണ്ടാവില്ല, ഇവർ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞങ്ങളെല്ലാം പൂർത്തിയാക്കിയെന്ന് പറയാം. പക്ഷെ അറിയാതെ വന്നൊരു കാര്യമാണ് 2500 ആക്കാവുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് 2000 ആക്കിയത്. ഇത് മാത്രമല്ല, നമ്മൾ അംശാദായം അടയ്ക്കുന്ന ഒരുപാട് ക്ഷേമനിധികളുണ്ട്. കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിൽ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 മാസത്തേക്ക് കൊടുത്തിട്ടുള്ളൂ. അതാരുടെ ഔദാര്യമല്ല, അവരടച്ച കാശാണ്. അങ്ങനെ 25ഓളം ക്ഷേമനിധിയിൽ 7ഓളം ക്ഷേമനിധി പൂട്ടാൻ പോകുന്ന വക്കില. കാരണം ഇതിൻ്റെയൊക്കെ നമ്മളറിയാം, നമ്മളൊരു വീട് പണിതാൽ ആ വീടിൻ്റെ നമ്പർ കിട്ടണമെങ്കിൽ ആദ്യം പറയും സെസ് അടയ്ക്കാൻ പറയും, ഇല്ലേ? ആ സെസ് അടയ്ക്കാൻ പറഞ്ഞാൽ വീട്ടുടമയും തൊഴിലാളിയും അടച്ച പൈസ വക മാറ്റി സർക്കാർ കൊണ്ടുപോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം മുടങ്ങിയത്. ഇനിയും പറയാനുണ്ട്. കേരളം തുടങ്ങിയിട്ട് 2016 വരെയുള്ള ആൾക്കാർ ഭരിച്ചപ്പോൾ കിട്ടിയത് 1.5 ലക്ഷം കോടി രൂപ കടം. ഇന്ന് 4 ലക്ഷം കോടി രൂപയുടെ കടവും കൂടി നമ്മുടെ ഈ പിണറായി സർക്കാർ 10 വർഷം കൊണ്ട് നമുക്ക് സമ്മാനം തന്നു. ഈ പൈസ എന്തിനു വേണ്ടി ഉന്നയിച്ചു നമ്മൾ പറയണ്ടേ? അല്ല, ഞാൻ പറയാം. ആ പൈസ എവിടെ അറിയാമോ? കൃപേഷിനെയും ശരത്ലാലിനെയും അവരുടെ പ്രതികൾക്ക് കോടതിയിൽ കേസിന് പോകുമ്പോൾ ആ കേസിന് വേണ്ടി
സർക്കാർ കൊടുത്ത പണത്തിൽ ഈ നമ്മൾ കടം വാങ്ങിച്ച് നമ്മുടെ തഴച്ച കടം കൂടി ഉണ്ടല്ലേ ഉണ്ട്. ഇതിലെല്ലാം കണ്ണടച്ചിട്ടായിട്ട് ചിലവാക്കാൻ നേരത്ത് പൈസ ഉണ്ടാവുന്നുണ്ട്. സർക്കാർ എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ മാർച്ച് 31-ാം തീയതി വരിക, ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 10 ലക്ഷത്തിന് മുകളിലെ ചെക്ക് കഴിഞ്ഞ ആഴ്ച വരെ പാസ്സാക്കൂലായിരുന്നു, ട്രഷറിയിൽ പാസ്സാക്കൂലായിരുന്നു. പറയുമ്പോൾ കൊടുക്കുന്നുണ്ട്. ഈ 10 കൊല്ലത്തിനൊക്കെ എന്നാണ് ട്രഷറി അടച്ചിട്ടുള്ളത്? യു ഡി എഫിന്റെ കാലത്ത് എപ്പോഴും അടയ്ക്കല്ലേ? യു ഡി എഫിന്റെ കാലത്ത് എല്ലാ മാസം അടയ്ക്കില്ലായിരുന്നോ? ഇതിപ്പോ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്, കൃത്യമായി കൊടുക്കുന്നുണ്ട്. അത് ഒരു ഫൈനാൻസ് മാനേജ്മെന്റ് ആകുമ്പോൾ അത് ചില അഡ്ജസ്റ്റ്മെന്റ് ട്രഷറി കൂട്ടി ഇവിടെ ബില്ലുകളെ വേണ്ട എന്ന് പറയുന്ന എടുത്തിട്ടില്ല. 10 ലക്ഷം അല്ല, എല്ലാ ബില്ലുകളും പാസ്സാക്കുന്നുണ്ട്. അവിടെ പറഞ്ഞൊരു കാര്യം വിട്ടുപോയി, ഈ പാലത്തിന്റെ കാര്യം. ഈ പാലത്തിന്റെ കാര്യത്തിൽ സ്വരാജ് വന്നതിന് ശേഷമാണ് ഈ പാലം നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടത്. അങ്ങനെ അതിന് പ്ലാനൊക്കെ വരയ്ക്കും. അപ്പുറത്ത് ശ്രീ പി ടി തോമസ് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല, അത് മാറ്റി വെക്കുകയും അങ്ങനെ ഈ പി ടി തോമസ് അടക്കമുള്ള ആൾ പറഞ്ഞത് ഇത് പുരാവസ്തുവാണ്, ഇത് സംരക്ഷിക്കപ്പെടണം. മറ്റൊരു പാലം ഇവിടെ പണിയാൻ വീണ്ടും ഭൂമി എടുക്കാൻ അസാധ്യം. അപ്പോൾ ഞങ്ങൾ നിർദ്ദേശം വെച്ചു, ഈ പാലം നമ്മൾ ഹിൽ പാലസിനകത്തുള്ള ഒരു കുളത്തിന് മുകളിൽ പുരാവസ്ഥയായിട്ട് നമുക്ക് അവിടെ സംരക്ഷിക്കപ്പെടാം. അത് സംഭവിച്ചില്ല. ആ തർക്കത്തിലൂടെയാണ് പാലം പണിയുടെ കാര്യങ്ങൾ നീണ്ടുപോയപ്പെട്ടത്. ടോക്കൺ എന്ന് പറഞ്ഞാൽ പിന്നെ ടോക്കൺ അടുത്ത ബഡ്ജറ്റിൽ അത് ഫണ്ടായിട്ട് മാറുകയാണ്. അതിന്റെ നടപടി വരണ്ടേ? അത് ഗവൺമെന്റ് സർക്കാർ അദ്ദേഹത്തിന് സമയം ഉണ്ടായില്ല. ഈ തർക്കം തന്നെയാണോ ഇവിടെ ഇപ്പൊ കുടിവെള്ളം എടുത്ത് നോക്കിയോ? കുടിവെള്ളം എല്ലാ വേനൽക്കാലത്തും കുടിവെള്ള സമരങ്ങളായിരുന്നു. പക്ഷെ സ്വരാജ് വന്ന ശേഷം അവിടെ ചൂണ്ടിയിൽ തടയണ കെട്ടിയതിന് ശേഷം വെള്ളമുണ്ട്, മറ്റത് വെള്ളം ഒഴുകി പോകായിരുന്നു. ചൂണ്ടി കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നതും അവിടെ തടയണ കെട്ടാനുള്ള ഫണ്ട് വകയിരുത്തിയതും ഇവിടുന്ന് അങ്ങോട്ട് കേബിള് വലിക്കാൻ സാധിച്ചതും കേബിളിനുള്ള കാശ്, അതായത് ഇലക്ട്രിസിറ്റി വൈദ്യുത തടസ്സം ചെയ്തതെല്ലാം കെ ബാബു എന്ന ഞങ്ങളുടെ MLA. സ്വന്തം ചേട്ടാ, അതിന്റെ ശില്പ ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്ന് വെച്ചാല് നമ്മളെ സ്വരാജ് ഇത്രയൊക്കെ ചെയ്തിട്ടും സ്വരാജിന് സീറ്റ് കൊടുത്തില്ല. അവിടുന്ന് വൈപ്പിന്ന് കൊണ്ടുവരുമായിരുന്നു ഒരു സ്ഥാനാർത്ഥി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നല്ലേ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനത്തിൽ എറണാകുളം എല്ലാ ജില്ലയിൽ നിന്നും ഒരു വനിത നല്ല ഉറപ്പുള്ള മണ്ഡലം ജയിച്ചു വരണമെന്ന് ഞങ്ങൾ കണക്കാക്കിപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ വനിതയ്ക്ക് ഉറപ്പില്ല. അല്ല, ഏറ്റവും ഉറപ്പില്ലാത്ത മണ്ഡലം ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ അത് ആ കുട്ടി ആ മണ്ഡലത്തിൽ ജനിച്ച് വളർന്ന് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇവിടുത്തെ കുട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആയ പരിശോധനയിൽ ആ കുട്ടിയോട് നിൽക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭയ്ക്കകത്ത് നവാഗത MLA എന്ന നിലയ്ക്ക് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഈ മണ്ഡലം പിടിക്കാൻ കരുത്തും പ്രാപ്തിയുള്ള ഒരാളെ ഇത് തൃപ്പൂണിത്തുറ മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് തൃപ്പൂണിത്തുറ മത്സരിക്കുന്നത്. വാർത്തയെ കുറിച്ച് ഞാൻ പോകുന്നില്ല. വൈപ്പിൻ MLA ആയ സമയത്ത് ഉണ്ണികൃഷ്ണൻ അവരോട് ടാങ്ക് കൊണ്ടു, ഇതുവരെ വെള്ളം കയറ്റിയിട്ടില്ല. പുള്ളി പറഞ്ഞു എറണാകുളത്തേക്ക് ബസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സംഭവിച്ചെന്താ അറിയാമോ? ബസ് വന്നു, വൈപ്പിൻ വിട്ടുങ്ങ് പോന്നു. ബസ് വന്നു, സിറ്റിക്കകത്ത് ബസ് പ്രവേശിച്ചു. സിറ്റിക്കകത്ത് ബസ് ഇപ്പൊ ഒരു പദ്ധതി ഉണ്ടാക്കി പൂർത്തീകരിക്കാൻ അതിന്റെ ചെറുത്ത സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട്. അത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. പൈപ്പ് ലൈൻ വന്നാൽ കണക്ട് ചെയ്യാന്നുള്ളത് അത് നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാവും. എന്തോരം കാര്യങ്ങൾ ഇപ്പോ നമ്മുടെ തീരദേശ ഹൈവേ അത് വെള്ളത്തിന് അടിപൊളി പോകണമെന്നുള്ള ആവശ്യം നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചത് ഉണ്ണികൃഷ്ണനാണ്. പക്ഷേ അതിന് സാങ്കേതികമായ സ്ഥലം, പിന്നെ സാങ്കേതികമായ വിവരങ്ങളുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവതരിപ്പിച്ചപ്പോഴാണ് അത് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടത്. അത് കേരളത്തിൽ ആദ്യത്തെ സംഭവമല്ലേ. ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും വികസനം. നമ്മുടെ ഇവിടെ എന്താ ഇപ്പോൾ 4 വരി പാത നമ്മുടെ SN ജംഗ്ഷൻ മുതൽ പുതിയാവ് വരെയുള്ളത് 30 കൊല്ലത്തെ ചരിത്രമുണ്ട് അതിന്. അതിങ്ങനെ കിടക്കരുത്. പക്ഷെ സ്വരാജ് വന്നപ്പോൾ കിറ്റ്ഫിയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തി അതിന് അതിവേഗതയിൽ സർവേ നടത്തി അതിന്റെ ഫണ്ട് നടപടികളായി. കെ ബാബു വന്നപ്പോൾ തൊട്ടില്ല. കെ ബാബു വന്നപ്പോൾ എന്ത് ചെയ്യണം? കെ ബാബു വന്ന നടക്കാൻ പാടില്ല. ഇത് സ്വരാജ് കൊണ്ട് വന്ന് നടക്കാൻ പാടില്ല. കെ ബാബു വന്നപ്പോഴത്തേക്കും ജംഗ്ഷൻ വികസനം എന്ന് പറഞ്ഞു. 10 ബസ് ഡേ വന്നു, അതിന് വീണ്ടും ചെയ്യേണ്ടി വന്നു. ഇതിനിടയ്ക്ക് അതൊക്കെ സ്വരാജ് ഇടപെട്ടാണ് ഈ ബസ് സ്ഥലം നോക്കാൻ പോയാൽ ഞാൻ കൂടെ ഉണ്ട്. എവിടെയൊക്കെ ബസ് വേണം ഉദ്യോഗസ്ഥന്മാരെ ഇദ്ദേഹം പറഞ്ഞ തീരദേശ ഹൈവേയുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഈ വൈക്കം പുത്തോട്ട റോഡ്, ഇപ്പൊ വൈക്കം വരെ ഇല്ല റോഡ്, അദ്ദേഹത്തിന് അറിയില്ല. പുത്തങ്കാവ് വരെ ഉള്ളൂ. അപ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് കേസായി, അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരെ അവിടെ വരെ ചെയ്യാൻ തീരുമാനിച്ചു.
അതിനു വേണ്ടി അലൈൻമെന്റ് എടുക്കാമെന്ന അതിന്റെ head- ആ പദ്ധതിയുടെ പേര് പൂത്തോട്ടം എന്നാണ്. പദ്ധതിയുടെ പേര് പൂത്തോട്ടം എന്നാണ്. നമുക്കേ ഈ ഒരു ചൂട് തണുപ്പിക്കാൻ വേണ്ടി CG ഒരു പാട്ടും കൂടെ ഒന്ന് ആ ഉദ്യോഗസ്ഥന്മാർ നടക്കുന്നില്ല. അവര് പോയി വരാൻ വേണ്ടി CG ഒരു പാട്ടും കൂടെ പാടുവോ? അല്ലല്ല, കാരണം വെച്ചാല് സുന്ദരൻ എന്തറിയാമോ, റോളൊന്നുമില്ലല്ലോ, ഈ പരിപ്പ് കേരളത്തിൽ വേവില്ല എന്ന് പറഞ്ഞു അവസാനം വന്ന് BJPക്ക് വോട്ട് കൂടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി. അതായത് ഇത്രയും ഫുൾ ഫോഴ്സ് കൊണ്ട് ആത്മാർത്ഥമുള്ള പ്രവർത്തകർ ചെയ്യാൻ BJP NDS മാത്രമേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത് 10 വർഷത്തെ നമ്മുടെ കേരള ഭരണവും 10 വർഷത്തെ കേന്ദ്ര ഭരണവും നമ്മൾ എടുത്ത് നോക്കണം. കാരണം കേന്ദ്രം നൽകിയില്ലെങ്കിൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. നമുക്കറിയാം കൊറോണയുടെ കാലത്ത് മരുന്നിന് വേണ്ടി പാത്രം കൊട്ടിയാലും ദീപം തെളിയിച്ചാലും ഈ കൊറോണ തടയാനേ കേരളമാണ് മാതൃക. ഈ ലോകത്തൊരു രാജ്യത്തിനാണ് കഴിഞ്ഞിട്ടില്ല. വിനോദേട്ടൻ പറഞ്ഞു ഞാൻ മിണ്ടാട് തിരിച്ചു. രണ്ടാമത് നമുക്ക് റേഷൻ തന്നു. ഈ റേഷൻ നരേന്ദ്രമോദി സർക്കാർ നൽകിയപ്പോൾ ഇത് വേറൊരു സ്റ്റിക്കർ അങ്ങോട്ടിച്ച്, എന്നിട്ട് ഇത് ഞങ്ങളുടെ സാധനം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് പിന്നെ ലോകോത്തര നിലവാരത്തിലുള്ള നമ്മുടെ കൊച്ചിയുടെ വികസനം. കൊച്ചി കേന്ദ്ര പദ്ധതി കൊടുത്തില്ലെങ്കിൽ, ആ കോടി കണക്ഷൻ ഇതിന് CSML വേണ്ടി പൈസ കൊടുത്തില്ലെങ്കിൽ ഇന്ന് കൊച്ചിയുടെ അവസ്ഥ എന്തുകൊണ്ടാണ് മേയർ അനിൽകുമാർ മത്സരിക്കാണ്ടിരുന്നത്? ഒന്ന്. ബ്രഹ്മപുരം കത്തിച്ചതാര് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ബ്രഹ്മപുരത്ത് പോയി നോക്ക്. ബ്രഹ്മപുരം എങ്ങനെയുണ്ട് അതിപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത ഇപ്പോൾ ജനങ്ങൾ തീരുമാനിക്കുമല്ലോ സുന്ദരേട്ടാ. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിച്ചത് കുട്ടികൾക്ക് പഠിക്കാനുള്ള, വിദേശത്ത് പോയി പഠിക്കാനും സ്വദേശത്ത് പോയി പഠിക്കാനുമുള്ള ലോൺ ഫെസിലിറ്റീസ് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കി. ഗ്യാസ് സബ്സിഡി കൊടുത്തു, ബാങ്ക് അക്കൗണ്ട് കൊടുത്തു, കർഷകർക്ക് പെൻഷൻ, ഇതെല്ലാം അക്കൗണ്ടിലൂടെയാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു തിരിമറിയില്ല. കേന്ദ്ര ഗവൺമെൻറ് എല്ലാം ട്രാൻസ്പെറൻസിയാണ്. അതുകൊണ്ട് പിന്നെ വിഴിഞ്ഞം പ്രൊജക്റ്റ് പറയുന്നത് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട അദ്ദേഹം കൊണ്ടുവന്ന് പറഞ്ഞാൽ അതിന് പ്രേരണ ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ തുറമുഖം കൊണ്ടുവരാൻ സാധിക്കുമോ? എന്താണിത്? കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പൊ ഈ തരത്തിൽ ഇനി ജനങ്ങൾ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണവും കൊണ്ടുവരാൻ സാധിക്കില്ല. മറിച്ച് കേരള ശബരിമല വിഷയം പാവപ്പെട്ട വിശ്വാസികളെ തല്ലിച്ചതച്ചു. ഇപ്പോ കോടതിയിൽ വന്നിട്ട് ബപ്പ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ വെറുതെ എഴുതി മന്ത്രിയുടെ അടുത്ത് കോടതിയിരിക്കുന്ന കാര്യങ്ങൾ ആളുകളെയൊക്കെ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഒരു കാര്യം പറയുന്നുണ്ട്. ജനങ്ങൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞു കേട്ടെന്ന് ഒരു തവണ കൂടെ ഈ CPM സർക്കാർ വന്നോട്ടെ, അതോടെ അവർ തീരും. ചില ആളുകൾ ഇത് അങ്ങോട്ട് തീരട്ടെ അങ്ങനെ ആഗ്രഹമാണ് പലർക്കും. അപ്പൊ ആഗ്രഹം ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ് പറയാ, എങ്ങോട്ടാണ് പോകുന്നത്, നേരെ അങ്ങോട്ട് പോകുന്നത്. അത് അവരെ അഭ്യന്തര പറയാണ്, ഒരു വിശ്വാസമില്ല. അതേസമയം നിങ്ങൾ സുരേഷ് ഗോപിയെ എടുത്തു നോക്കുക, നമ്മൾ പറയാം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഒരു സിനിമാ നടന്ന തമാശ അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന 75,000 വോട്ടിലാണ് കേരളത്തിലാണ് ഭൂരിപക്ഷത്തിലാണ് 75,000 ജനങ്ങൾ സുന്ദരട്ട് അപ്പൊ എതിർക്കണമല്ല. ആ വോട്ടിന്റെ പേരിലാണ് പരസ്പരം BJPക്കെതിരെ സംസാരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒന്നാം ഞങ്ങൾ ഒന്നാണേ. ഒന്നുമല്ല. ഈ കേന്ദ്ര പദ്ധതികൾ ഒരുപാട് പദ്ധതികൾ സംസ്ഥാന സർക്കാർ പേര് മാറ്റി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. ഫ്ലെക്സ് ബോർഡുകളിൽ പക്ഷെ കേന്ദ്രത്തിൻ്റെതായ ഒരു മുദ്രയോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ പിണറായി വിജയൻ സർക്കാർ നമ്മുടെ ഇവിടെ ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് വീട് വെക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നത്. അത് വടക്കേ ഇന്ത്യയിൽ 1.5 കിട്ടുന്നുള്ളവരുടെ കയ്യിൽ 50 രൂപ എവിടെ പോകണമെന്നറിയില്ല. ഇവിടെ കേരള ഗവൺമെൻറ് വീട് വെക്കാൻ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അതിലാണ് ഈ 75,000 രൂപ 1 ലക്ഷം രൂപ കിട്ടുന്നത്. അതിൽ നരേന്ദ്രമോദിയുടെ പടം ആ വീടിൻ്റെ മുമ്പിൽ വെക്കണമെന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ആയാലും പിണറായി ഗവൺമെൻറ് ആയാലും അവരെല്ലാം പടങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ച് നമുക്കൊരു കുറ്റം തോന്നും. ഞാനിപ്പോൾ അയാളുടെ ജനങ്ങളാണ് ജീവിക്കുന്നത്, അല്ല അവർ ഔദാര്യമാണ്, അവർ അന്തസ്സാണ്, അവന് അവകാശപ്പെട്ടതാണ് വീട് എന്നുള്ള കാര്യം. ആ വീട് ഗവൺമെൻറ് കൊടുക്കുകയാണ്. 5 ലക്ഷം പേർ കൊടുത്തില്ലെന്നൊരു തർക്കമില്ലല്ലോ, എല്ലാവർക്കും കൊടുത്തു. 5 ലക്ഷം പേർ കൊടുത്തു 10 വർഷം കൊണ്ട് 40,000 കൊണ്ടുവരായിരുന്നു. 4,000 ഉണ്ടാവും. വിവിധ വകുപ്പുകൾ ഏകീകരിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ കൃത്യമായി എങ്ങനെ പരിശോധിച്ച് വന്നാലും കൂടി 4,000 വീടുണ്ടായിട്ടുണ്ടാവും. മത്സ്യമേഖലയില്, പട്ടികജാതി മേഖലയില്,
അതെല്ലാം കൂടി കൂട്ടിയിട്ടാ ഇപ്പൊ ബോർഡിങ് കൂടി റോഡിലെ ബോർഡിങ് 4.5 ലക്ഷം എടുത്തു. എല്ലാം ഞങ്ങൾ വീട് തരാൻ ആരുണ്ട്? LDF ഉണ്ട്. നിങ്ങൾക്ക് പണി തരാനാരോ? പണി തരാൻ പണി തരാൻ ഏത് പണിയാണ്? LDF ഉണ്ട്. അപ്പൊ കേരളത്തിൽ പണി തരാൻ LDF ഉണ്ട്. ഉണ്ട് ഉറപ്പാണ്. നിങ്ങൾ കാണുന്ന ആംഗിളിൽ കൂടി കണ്ടിട്ട് കുഴപ്പം. യാഥാർത്ഥ്യമായി കേരളം നടക്കുന്ന കാര്യമാണ്. ഈ ഒരു ഭൂഷ ഭരണകൂടത്തിനകത്ത് ഒരു സംസ്ഥാനത്ത് ഇത്രയേറെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എല്ലാവരും വലിയ ആശ്ചര്യത്തോടെ കാണപ്പെടുന്നത്. ഇപ്പോൾ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം 1-ാം തീയതി മാറി. എവിടെയുണ്ട് അങ്ങനെ? എവിടെയുണ്ട്? അതിദാരിദ്ര്യം നിശ്ചയിച്ചാൽ ഞങ്ങൾ മാത്രമല്ല UDF കേരളത്തിൽ അതിദാരിദ്ര്യം 65,000 ഉള്ളൂ എന്ന് കണ്ടെത്തി പറയട്ടെ. അത് പറഞ്ഞ കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് അതിന്റെ ലിസ്റ്റ്. അവർ ചർച്ച ചെയ്ത് അവർ അംഗീകരിച്ച ലിസ്റ്റാണ് ഗവൺമെന്റ് അംഗീകരിക്കപ്പെടുന്നത്. AKG സെന്ററിന്റെ ബാക്കിലുള്ള കുന്നുകുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ വീടുകൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും മേൽക്കൂരയില്ലാത്ത കൊച്ചിയിലുണ്ടല്ലോ. കൊച്ചിയിൽ ഞങ്ങൾ പല സ്റ്റോറുകളിൽ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്. സർക്കാർ ഫണ്ട് കൊടുത്തിട്ടുള്ളത് ഘട്ടം ഘട്ടപ്പെട്ട ആ വീട് അപ്പൊ 2-ാം ഘട്ടം മേടിച്ചിട്ടുണ്ടാവുള്ളൂ. 2-ാം ഘട്ടം മേടിക്കുമ്പോഴേക്ക് അവർ മറ്റേ മുകളിലേക്ക് ചേർന്നല്ല പ്രഖ്യാപിച്ച് നടന്ന കാര്യങ്ങളാണ്. താക്കോൽ കൊടുത്തുള്ള കാര്യങ്ങൾ അല്ലാത്ത കണക്കപ്പെടില്ല. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ലാസ്റ്റ് സമയത്തുണ്ടല്ലോ, നമ്മൾ അവരെ അപമാനിക്കുന്നില്ല. 4 ലക്ഷം 5 ലക്ഷം ആളുകൾ വീട് കിട്ടുന്നത് അപമാനിക്കുന്നത്. രണ്ടുപേരും കല്ലിടലാണെന്നാണോ BJP ഗവൺമെന്റ് ധരിച്ചതെന്നറിയോ? അവരെ സാമ്പത്തികമായി സഹായിക്കാതെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് തകർക്കാന്നുള്ളതാണ്. അത് നടന്നില്ല. സംഭവമുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിട്ടാ കുമ്മനടി എന്ന് പറയും. കാരണം ഇവിടെയുള്ള ഉമ്മൻചാണ്ടി കൊടുന്ന തുടങ്ങി വെച്ച നമ്മുടെ മെട്രോ ഉദ്ഘാടനം ചെയ്യാനത്ത് കുമ്മനം രാജശേഖരൻ ഇരുന്നു. ഇപ്പോ പിന്നെ അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായ എതിർപ്പില്ല. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയുടെ പരിപാടി വന്നു. ഇവിടെയുള്ള MLA-മാർക്കോ MP-മാർക്കോ ഒന്നും വകുപ്പ് മന്ത്രിയെ പങ്കെടുപ്പിച്ചില്ല. മരുമോനല്ല, അയാൾ തെരഞ്ഞെടുക്കപ്പെട്ട MLA മന്ത്രിയുമാണ്. അങ്ങനെ മരുമകനായിട്ട് വന്ന ആളല്ല, അങ്ങനെ MLA ആയി മന്ത്രിയായിട്ട് വന്നതാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. മുത്തു, കുമ്മനടിയും ചന്ദനടിയും കണ്ട നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി കല്ലിട്ട് നല്ല പേരുകൾ സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് നമ്മുടെ സോഷ്യൽ മീഡിയ വന്നതല്ലേ? അത് കണ്ടതിന്റെ പക്ഷേ ഈ രണ്ടുപേരുണ്ടല്ലോ കേരളത്തിന് വലിയ കോൺട്രിബ്യൂഷൻ നൽകിയവരാണ്. ഈ കുമ്മനടിച്ചാലും ചന്ദ്രനടിച്ചാലും രണ്ടും നല്ല സാധനമാണ്. കാരണം എന്നറിയോ, ഇവർ രണ്ടുപേരും കേരളത്തിന് ഏറ്റവും കൂടുതൽ ഹിന്ദു വിശ്വാസത്തിനും അവർക്ക് സമാജത്തിനും വേണ്ടി നടന്നതാണ് ശ്രീമാൻ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തിലേക്ക് കണ്ടിട്ട് ഞങ്ങളെ പ്രവർത്തനത്തിൽ വന്നേക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് ഈ ശബരിമല വിഷയം വന്നപ്പോൾ എവിടെയായിരുന്നു കോൺഗ്രസ്? തൃപ്പൂണിത്തിലടക്കം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആളുകളാണ് ഞങ്ങൾ. കോൺഗ്രസ് ആണ് ഈ വിഷയവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് ക്രിയാത്മകമായി ചർച്ച നടത്തുകയും കേസിന് നിങ്ങളുടെ നിലപാട് സ്വർണ്ണ പിന്നെ ഇവിടുത്തെ ശബരിമല സ്ത്രീ വിഷയം ജന്മഭൂമിയിലുണ്ടല്ലോ. ഇവരുടെ ശബരിമല സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ നിലപാട് അനുകൂലമായിരുന്നു. ജന്മഭൂമി പത്രത്തിലെ ഫ്രണ്ട് ആരാ കേസിന് പോയത്? കേസ് RSS പോയി. പക്ഷേ ഒരു RSS വിധിയെ സ്വാഗതം ചെയ്തു. പക്ഷെ ഇവിടെ കലക്കവെള്ളം മീൻ പിടിക്കാൻ വേണ്ടി നിങ്ങൾ റൂട്ട് മാറ്റിവിട്ടു. ഒരിക്കലുമില്ല. സ്വർണ്ണം കട്ടത് ശിക്ഷിക്കപ്പെടണം. ആരായാലും അതിപ്പോണ്ടല്ല കോൺക്രീറ്റിലെ കൊടിമരം ചതിരി പിടിച്ചെന്ന് പറഞ്ഞില്ലേ? വിനോദയുടെ പാട്ട് അറിയോ? ആ പാട്ട് അറിയില്ല. ബാക്കി എല്ലാവരും പാടുന്നുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒന്നിച്ച് പാടാൻ UDF-ന്റെ കാലത്തുള്ള ആളുടെ പേരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ വരട്ടെന്നാ അത് ഹൈക്കോടതിയിൽ വന്ന് റിപ്പോർട്ട് എടുത്ത് കാണാത്ത. അല്ല, അത് അജയ് തറയന്റെ കേസ് അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പഴയ പ്രസിഡന്റ് കാര്യമുണ്ടല്ലോ, പ്രയാറ് കൊണ്ടുവന്നതാണല്ലോ ഈ സാധനത്തിനാ. ഈ സാധനത്തെ പ്രയാറാണ് കൊണ്ടുവന്നത്. രേഖയുണ്ടല്ലോ. സമാജത്തിലെ കുറെ ആളുകൾക്ക് പൂ കെട്ടുന്ന ആൾക്ക് ഇതെല്ലാം കിട്ടുന്നതാണ്. ആ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് അറിയോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്കറിയാം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഹിന്ദുക്കൾ ഉണ്ടാവും. അവർ ശബരിമലയ്ക്ക് പോകാൻ സമ്മതിക്കില്ല.
ഈ കടകംപള്ളി ചന്ദനം തൊട്ട് നടക്കുന്ന ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ചന്ദൻ ഞാൻ ഉത്സവത്തിന് ഞാൻ ചന്ദ്രനാണല്ലോ അതെ. തൃപ്പൂണിത്തുറ ഉത്സവത്തിന് അതൊരു ആചാരത്തിന്റെ ഭാഗമൊന്നുമല്ല. തൃപ്പൂണിത്തുറ മണ്ണിൽ എന്നൊരു കാര്യം പറയാം. ഇവിടെ വിശ്വാസികൾ ആരാണ് അല്ല എന്ന് തീരുമാനിക്കേണ്ട അട്ടിപ്പറ അവകാശം ഞങ്ങൾ RSSനോ BJP കൊടുത്തിട്ടില്ല. വേണ്ടല്ലോ, വിശ്വാസം ജനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങളിലാണ്. ആ വിശ്വാസികൾക്കൊപ്പം ആ വിശ്വാസികൾ ശബരിമലയിൽ പോകും, ഗുരുവായൂരും എല്ലായിടത്തും പോകും. അത് ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അത് സമരം ഞാൻ സുന്ദൻ ഇപ്പൊ വിളിച്ചോണ്ട് വരുന്നത് അമ്പലത്തിനുള്ളിൽ തൊഴാൻ പോയേക്കുമായിരുന്നു സുന്ദൻ ഞാൻ അവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ അല്ലല്ല, കാലം പോകുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അന്ധവിശ്വാസികളല്ല. ഞങ്ങൾ അന്ധവിശ്വാസികളല്ല. വിശ്വാസമുള്ള ഞാൻ പറയട്ടെ, ഏതൊരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസം വെച്ച് പുലർത്താനുള്ള അവകാശവും അധികാരവും ഈ ജനാധിപത്യ രാഷ്ട്രത്തിനുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വളർന്നു വന്നിട്ടുള്ള മാർക്സിലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പഠിച്ചു വന്നവർക്ക് വിശ്വാസം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ വിശ്വാസം എവിടെയായിരുന്നു 2018 യുവതീ പ്രവേശന സമയത്ത്? അത് കോടതി വിധിയല്ലേ? കോടതി വിധിയല്ലേ? കോടതി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല. ബിന്ദു അമ്മിണിയൊക്കെ കാക്കി ഡ്രസ് ഇട്ടാണ് അതിന്റെ ഉള്ളിൽ കയറിയത്. എന്നിട്ട് വലിയ വായിൽ അവര് കയറ്റിയിട്ടോ എന്ന് പറഞ്ഞത് അത് അല്ല, അവര് ശബരിമലയിലേക്ക് വരുന്ന ആള് തിരിച്ചുവിടാൻ പാടില്ല. ശബരിമലയിലേക്ക് വന്നവർ കയറി കാക്കിയിട്ട് കയറ്റി. അല്ല, അന്ന് എന്ന് പറഞ്ഞ് ഡൽഹിക്ക് പോയ മുഖ്യമന്ത്രി നമ്മുടേത്. അതൊന്നും ജനങ്ങൾ പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി ഒന്നും പറയില്ല, വെറുതെ ആവശ്യമില്ല. ഇല്ലില്ല, വേറില്ല, അങ്ങനെ പറയില്ല. അവിടെ കയറി മുഖ്യമന്ത്രിയൊക്കെ ആലോചിച്ച് പറയുന്ന ആൾ, അങ്ങനെ പറയുന്ന ആൾ. കാരണം മലയാള ഭാഷയ്ക്ക് പുതിയ പുതിയ പദങ്ങൾ പഠിപ്പിച്ച ആളാണ്. അതൊക്കെ സന്ദർഭങ്ങൾ ചിലപ്പോൾ പറയേണ്ടി വരും പല കാര്യങ്ങളിലും. ഇപ്പൊ സുധാകരൻ, സുധാകരൻ അങ്ങനെ പൂർത്തി പറയാൻ കഴിയുമോ? സുധാകരൻ വളർത്തി, അതിപ്പോ വിഷയമല്ല ഇവിടെ. വളർത്തി ഇത്രയും കാലം കൊണ്ട് അയാൾക്ക് ഇനി MLA മന്ത്രിയാണെന്ന് പറഞ്ഞ് നടക്കില്ല. ഇപ്പൊ 2 ടൈം 3 ടൈം ഞങ്ങൾ മാറ്റുമല്ലേ. പക്ഷെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റുന്നില്ല? അത് ഞങ്ങൾക്ക് നയിക്കാൻ ആൾ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഘടന തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾ ആര് എവിടെ ഇരിക്കണമെന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കുന്നത്. പ്രായപരിധി എല്ലാവർക്കും ബാധകമല്ലേ? അത് ആ പാർട്ടിയുടെ ഘടകങ്ങൾ ചർച്ച ചെയ്താൽ അംഗീകാരം വാങ്ങിക്കണം. എന്തായാലും സുധാകരൻ ഇവർക്ക് പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞൊരു പ്രസക്തമായൊരു കാര്യമുണ്ട്. കേരളം മുഴുവനും കിട്ടിയാലും അമ്പലപ്പുഴ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സംതൃപ്തരാവില്ല, നമ്മുടെ പരാജയമാണെന്ന് പറഞ്ഞു. അല്ല, BJPയുടെ വോട്ടും കോൺഗ്രസിനോട്ടും അയാൾ കോൺഗ്രസ് യോജിരുന്ന് പറഞ്ഞല്ലോ, BJPക്കാരെ എനിക്കാണ് വോട്ട് ചെയ്തത്, ഞങ്ങൾ അവരോട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളി പിന്നീട് അതിനൊരു വിശദീകരണം കൊടുത്തു. 5000 വോട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് കോൺഗ്രസ് നിർത്തിരുത്തിച്ച് മാറ്റി പറയാം, ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പുള്ളി പറഞ്ഞു. ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറയുന്നത്. BJPയെ സംബന്ധിച്ച് ഞങ്ങൾ ആരെയും മോശക്കാരായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അരമനകളിലിരിക്കുന്ന ബഹുമാനിതരായ ബിഷപ്പുമാരെ ഉൾപ്പെടെ മോശമായിട്ട് കേരളത്തിൽ എവിടെ തല്ലിയിട്ടുണ്ട്? ഈ വടക്കിന്റെ പോയിട്ട് ഇവർക്ക് ഇവരെ യൂണിഫോം ഇട്ട് നടക്കാൻ പറ്റുമോ? വടക്കേ ഇന്ത്യയിൽ ഞാൻ ചോദിക്കട്ടെ, തല്ലാണ്, അടിയാണ്. ഇവിടെ എന്തും ചെയ്യാം. ബംഗാളിൽ എന്ന് പറയുന്നത്, ബംഗാളില് കോൺഗ്രസിന് വോട്ട് ചെയ്ത 21 പേരുടെ, ഞാൻ 80കളിൽ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ചാണ്, കൈപ്പത്തി വെട്ടിമുറിച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 21 പേരുടെ. ചേട്ടൻ്റെ പാർട്ടിയുടെ വിനോദം. ആ പാർട്ടിയിൽ കരഞ്ഞു വരുന്ന ആളുകൾ ഒരുമിച്ച് നിന്നാണ് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. അവരുടെ ആത്മാവ് ഈ പൊറുക്കുമോ? നിങ്ങളോട് പൊറുക്കുമോ ഇത്തരം ക്രൂരതകൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ കൂടുതൽ BJP കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്നത് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞൊന്നും ഞങ്ങളെ അങ്ങോട്ട് ഇന്ന് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാർ നടക്കണമെങ്കിൽ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ നടക്കണമെങ്കിൽ ഇന്ന് BJP ആയില്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത അവസരം. കാരണം ദിവസം പോലും എനിക്കറിയാം, CPMലെ ഒരു മുതിർന്ന നേതാവ്, ഇന്ന് അദ്ദേഹം ഇല്ല, അദ്ദേഹം എൻ്റെ അടുത്ത് സമ്മേളനത്തിൽ പോയിട്ട് പറഞ്ഞു, ഒരു ദിവസമേ മമത വെക്കാൻ ശ്രമിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ. ഇന്ന് അവിടുത്തെ ജനങ്ങൾക്ക്, ഞാൻ ഒരിക്കൽ സൈക്കിൾ സഞ്ചരിച്ചപ്പോൾ ഭയമാണ് അവിടെ. ആ ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഇല്ല. ഇപ്പൊ ത്രിപുരയിൽ 1.5% ഉണ്ടായിരുന്നു. ത്രിപുരയിൽ എവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അത് നിങ്ങൾ കോൺഗ്രസായിട്ട് ഐക്യം ഉണ്ടാക്കിയില്ലേ? തീവ്രവാദികളായിട്ട് ഐക്യം ഉണ്ടാക്കിയില്ലേ? ഇന്ത്യയിൽ നിന്ന് നിങ്ങളുടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വിദേശ ശക്തികളിലെ പണം പറ്റിക്കൊണ്ട് ഇന്ത്യയിൽ മറ്റ് വിദേശത്തിൽ കടന്നു വരാനുള്ള സമയത്ത് ചെറുത്തത് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ശ്രീമദ് നരേന്ദ്ര. ആ നോർത്ത് ഈസ്റ്റ് മേഖല ഇപ്പോൾ ശാന്തമാണ്. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? 10 ഇവിടെ 8 മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ UPA കാലഘട്ടത്തിലുണ്ടായിരുന്നു. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവരുടെ സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ SDP-യുടെ കാര്യം പറഞ്ഞപ്പോൾ വേങ്ങര നമ്മൾ സംസ്ഥാന രാഷ്ട്രീയ വേങ്ങരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഏത് ചിഹ്നത്തില? മംഗള
മങ്കട നമ്മുടെ മങ്കടയിൽ SDPI സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് പിൻവലിച്ചു? ഇപ്പൊ നമ്മൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഇനി ഞാൻ വേറൊരു ഉദാഹരണം കൂടി നിങ്ങളോട് പറയാം. നമ്മൾ തവന്നൂരല്ലേ നമ്മുടെ KT ജലീൽ മത്സരിക്കുന്നത്. KT ജലീലിന്റെ മത്സരിക്കുന്നിടത്ത് 2021-ലും 2019-ലും 2019-ലും 2024-ലും BJPയുടെ വോട്ട് 20,000 വോട്ട്. പക്ഷെ 2021-ൽ 9,000 വോട്ട് കിട്ടും. ഞങ്ങളുടെ വോട്ട് 67,000. ആ 67-68 വോട്ട് 2021, 2019, 2024 സ്റ്റേബിളാണ്. CPM-ന്റെ വോട്ട് 48,000 പെട്ടെന്ന് 70,000. അപ്പൊ തൃശ്ശൂർ എങ്ങനെ വോട്ട് മാറിയത്? ഞാനൊരു കാര്യം പറഞ്ഞ് തീർക്കട്ടെ കേട്ടോ. അതുകൂടി പറയുന്നത് തൃശ്ശൂർ മാറിയില്ലോട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടി. തൃശ്ശൂർ നമുക്കറിയാലോ തൃശ്ശൂർ സംഭവിച്ചെന്താന്ന്. പൂരം കലക്കിയതാരാ? ആരാന്ന് കണ്ടില്ല. അജിത് കുമാർ ആരെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്? RSSന്റെ അതെല്ലാം കോടതിക്ക് മുമ്പായിരിക്കുന്ന വിഷയങ്ങളല്ലേ? കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾ. അജിത് കുമാറിനെ പറഞ്ഞു വിട്ടതാരാ? രാത്രിയിൽ പൂരം കലക്കാൻ പോലീസിനെ ഇടപെടുത്തതാരാ? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു. അത് സുനിൽകുമാർ പറഞ്ഞു. CPIയുടെ സുനിൽകുമാർ അതിനെ കുറിച്ചൊക്കെ സമഗ്രമായ പരിശോധന നടന്നിട്ടുണ്ട്. ആ ചോദ്യം പറഞ്ഞപ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയാൽ തൃശ്ശൂരിലെ വിജയത്തിന്റെ ഉത്തരം കണ്ടെത്തും. അല്ലാതെ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ട് എങ്ങനെ കുറയണെന്ന്? കോൺഗ്രസിന്റെ വോട്ടോടെ കുറഞ്ഞു ആര് പറഞ്ഞു? കോൺഗ്രസ് വോട്ട് കുറഞ്ഞല്ലോ. നേരിയ വേരിയേഷൻ എപ്പോഴും നേരിയതാ. 10,000 SDPIയിലേക്കൊക്കെ വീണ്ടും പോകുമ്പോ മഞ്ചേശ്വരത്തെ കാര്യം എങ്ങനെയാ? മഞ്ചേശ്വരത്ത് എന്താണ് എന്താ സംഭവിച്ചത്? മഞ്ചേശ്വരത്ത് കോൺഗ്രസ് നേതാക്കള് SDPI നേതാക്കളെ കണ്ടു എന്നാണ് ഞങ്ങളൊരു അത് വെറുതെ തമാശ എന്താണെന്നറിയോ? പാലക്കാട് എങ്ങനെയെങ്കിലും ശോഭയെ ഈ മുന്നണികൾക്ക് തോപ്പിക്കുക. ഇവര് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ശോഭയെ തോപ്പിക്കാൻ വേണ്ടി. അതിനാണ് CPM രാഷ്ട്രീയമില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ ഒരു വോട്ടിൽ എടുത്തിട്ട് ഒരു പുതുമുഖത്തിട്ട് അതിന്റെ മറ്റ് പശ്ചാത്തലങ്ങൾ ഒരുക്കി ഇട്ട് കൊടുത്തത്. ഞങ്ങളെല്ലാം ശക്തരായ സ്ഥാനാർത്ഥികൾ പാലക്കാട് ഉണ്ടായിരുന്നു. ആര് പറഞ്ഞു? അവിടെ രാഷ്ട്രീയപ്രവർത്തനം നടന്ന ആൾക്കാരില്ലേ? പിഷാരടി ഇദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞ പോലെ കായിക രംഗത്ത് നിന്ന് വന്ന കലാരംഗത്ത് വന്ന പ്രഗത്ഭനായ ഒരു കക്ഷി. അദ്ദേഹം ജനിച്ചപ്പോൾ മുതൽ കോൺഗ്രസ്സുകാരൻ. പല സാംസ്കാരിക നേതാക്കന്മാരും പ്രതികരിക്കാത്ത സമയത്തും പിഷാരടിയും സലീം കുമാർ അദ്ദേഹത്തെ രാഷ്ട്രീയമായി കേട്ടു തുടങ്ങി. ഈ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത വരുന്നത് സലീം കുമാർ ശരിയാണ്. സലീം കുമാർ പറയുന്നത് ഞാൻ ജനിച്ചപ്പോൾ ഒരു കോൺഗ്രസ് ആണെന്നും എന്റെ അച്ഛൻ കോൺഗ്രസ് എന്ന് ഇങ്ങനെ വരാൻ പാടില്ല. പത്രം പിഷാരുടെ ഒരു പരിപാടിക്ക് വരുമ്പോ അപ്പോഴാണ് വോട്ട് ചേർക്കുന്ന സമയം. വോട്ട് ചേർത്തത് മധുവാണ്. ഞാൻ ഇയാൾ നിർത്തിക്കൊണ്ട് ചോദിച്ചു വിശ്വസിക്കാമെന്ന് വെച്ചാൽ പുള്ളി നോക്കിട്ട് 2019 തെരഞ്ഞെടുപ്പിലും 2021 തൃപ്പൂണിത്തുറ നടന്ന ഇതേപോലെ ഒരു നല്ല കലാകാരൻ ഒരു കോൺഗ്രസ്സുകാരനല്ല എന്നുള്ള നെറേറ്റീവ് ഉണ്ടാക്കുന്നത് ഈ ഡീലിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഡീലാണല്ലോ. ഡീൽ ചെയ്യുന്നവർക്ക് പറയാൻ പറ്റുള്ളൂ. കള്ളനാണ് എപ്പോഴും കള്ളം അവൻ കള്ളനാണ്. അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതല്ലാണ്ട് ഇതിൽ യാതൊരു ഒത്തുകയില്ല. സാംസ്കാരിക അല്ല. പക്ഷേ ഈ നിമിഷ നേരം എതിരായ ആരോപണം വന്നപ്പോൾ പിഷാരടി പറഞ്ഞത് ഞാൻ 10 ദിവസം ആയിട്ടുള്ളൂ അവിടെ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. 10 ദിവസം ആയിട്ടുള്ളൂ ആ മണ്ഡലത്തിലേക്ക്. അത്രയും കുറച്ച് കാലത്ത് അടുപ്പമല്ലേ ഉള്ളൂ. അതെന്നറിയാമോ? സീറ്റ് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഏത് മണ്ഡലത്തിൽ മത്സരിക്കണം തീരുമാനിക്കുന്നത് അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. ആ പറഞ്ഞ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിഷാരടി അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ സ്ഥാനാർത്ഥികൾ ഒരു എതിരാളിയായിട്ട് കാണുന്നേ ഇല്ല. ഈ പിഷാരടി ആണെങ്കിലും കേരളത്തിൽ എല്ലായിടത്തും മത്സരിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു കൗൺസിലർ ഏറ്റെടുത്തിട്ടുണ്ട്. പുള്ളി അല്ലെങ്കിൽ ഞാനുണ്ടെന്നുള്ള അല്ല പിഷാരടി പറഞ്ഞിട്ടുണ്ടല്ലോ. കഥയൊക്കെ പറയേണ്ടി വരും. അത്ര ആളായാലും ഞങ്ങൾ സംരക്ഷിക്കാറില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കാറില്ല. സംരക്ഷിച്ചല്ലോ. പരാതി കിട്ടിയിട്ട് 2 ആഴ്ചയോളം പൂത്തിവെച്ചതാരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? നേരെ മറിച്ച് രാഹുൽ മാങ്കുടത്തിന് ഒരു പരാതി KPC പ്രസിഡന്റ് അയച്ചു കൊടുത്തപ്പോ എന്താ ചെയ്തത്? ഞാൻ പറയില്ല എന്താ ചെയ്തത്. നേരെ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്ത് കേസ് കൊടുക്കാൻ പറഞ്ഞു. വിനോദേട്ടാ പക്ഷേ സിറ്റിംഗ് MLA നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തുടരുമെന്നാണ് പിഷാരടി പറഞ്ഞിരിക്കുന്നത്. സിറ്റിംഗ് MLA എന്ന നിലയിൽ അദ്ദേഹം അവിടെ 13 വീട് പണിതിട്ടുണ്ട്. അത് വീടൊന്നും പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് പറഞ്ഞില്ല. K. ബാബുവിന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കും. ആ 7 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും. അയാൾ ചെയ്തതിന്റെ അനുഭവം അയാൾക്കുണ്ടാവും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
ജിതേഷിന് പറ്റിയ കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ചേ കേട്ടുള്ളൂ. സുന്ദരൻ ചേട്ടനാണെങ്കിൽ ഒട്ടും കേട്ടില്ല. രാജു ആണെങ്കിൽ ആ വശത്ത് പോയിട്ടില്ല. അതിന്റെ കുറ്റമാണ്. ഈ പാലക്കാട്ടെ ആളുകളെ എത്രത്തോളം വഞ്ചിച്ചിട്ടുണ്ട് കോൺഗ്രസ്. ഇപ്പൊ ഷാഫി പറമ്പിലിനെ വലിയ രീതിയിൽ സ്നേഹിച്ചവരാണ് അത്ര പാലക്കാട്ടുകാര്. എന്നിട്ട് എന്ത് ചെയ്തു? ഷാഫി പറമ്പിലിന് ഒരു ആവശ്യമില്ല, അത് വടകരയിലേക്ക് കൊണ്ടുപോയി. ഒരാവശ്യം ആര് പറഞ്ഞു? എന്തിനാണ് പാലക്കാട് ഷാഫി പറമ്പിലിന്റെ വടകരയിൽ മത്സരിക്കാൻ വേറെ സ്ഥാനാർത്ഥി ഉണ്ടായില്ല. ലോകസഭയിലെ പ്രസംഗങ്ങൾ കേൾക്കുക, ഷാഫി പറമ്പിലിന്റെ പ്രസംഗം കേൾക്കുക, നമ്മുടെ ചില ആളുകളുടെ റഹീമിന്റെ ലോകസഭയിലെ പ്രസംഗം കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ആൻസർ മനസ്സിലാവും. ഞങ്ങൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെയൊക്കെ ഞങ്ങൾ റഹീമൊക്കെ വിദ്യാഭ്യാസമുള്ള ആള് തന്നെ, ഡിഗ്രി പാസ്സായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് പറഞ്ഞൊരു വാചകം നമ്മൾ ഓർക്കണം. അദ്ദേഹം നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചാണ്. അദ്ദേഹം കയറി വരുമ്പോൾ അത്രയും ജനങ്ങള് മനസ്സിന്റെ അഭിമാനത്തോടെ കടന്ന നേതാവ് ബ്രിട്ടാസ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു കുത്തും കൂടി കുത്തും അതിലേക്ക്. ആ കുത്തിലാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ റഹീമിന്റെ ആണെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മനസ്സിലായല്ലോ. റഹീം വിഷയങ്ങൾ ഇടപെടുന്നുണ്ട്. അങ്ങനെ അല്ല, അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഒന്നും മിണ്ടാത്ത ആൾക്കാരുണ്ടല്ലോ ഈ സർക്കാർ പാർലമെന്റിൽ പോയി. സർക്കാരിന് കൊടുക്കാവുന്ന അവാർഡ് ഏതാണെന്നറിയോ സുന്ദരേട്ടാ? PR വർക്കിൽ ഏറ്റവും അവാർഡ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ PR UDF 151 കോടി രൂപയുടെ PR വർക്കാണ്. 151 കോടിയുടെ അതിന് കാശ് കൊടുത്ത് പിണറായി ഗവൺമെന്റ് നമ്മൾ കൊടുത്തത്. പക്ഷേ സുന്ദരൻ ചേട്ടാ കടന്നു വന്ന വഴികളിലൊക്കെ എങ്ങോട്ട് തിരിഞ്ഞാലും പിണറായിയുടെ വലിയ അത് എല്ലാവരും ചെയ്യണല്ലേ? അല്ല, അത് ഒരുപാട് പൈസ നരേന്ദ്രമോദിയുടെ പടം എത്ര ഉണ്ട് ഇവിടെ കേരളത്തിനകത്ത്? പോയ മകൻ എന്നൊക്കെ പറയുന്നു. നീങ്ങിക്ക് ഈ നരേന്ദ്രമോദിയുടെ പടം എന്തോരം ഉണ്ട് രാജ്യത്ത്? എവിടെ നോക്കിയാലും അതുകൊണ്ട് ഇട്ടിട്ട് ഉണ്ടാവും. കേരളം എന്ന സംസ്ഥാനത്തില് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ അല്ലാണ്ട് വേറെ സ്ഥലത്ത് വെക്കാൻ പറ്റില്ല. നരേന്ദ്രമോദി വിശ്വ പൗരനായി അവിടെ ചെന്നപ്പോ ട്രംപിനെ കാണുമ്പോൾ ഞാനൊക്കെ നോക്കുമ്പോൾ അവിടുത്തെ മീഡിയ അബുദാബിയിലും ദുബായ് അത് ഇസ്രായേൽ സന്ദർശനവുമായിട്ട് എന്താ പറയാ ഇതുപോലത്തെ അത് ഇല്ലെങ്കിൽ ഓഫായി പോയി കഴിഞ്ഞ ശ്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇവിടെ സംസാരിച്ച പോലെ ആയി പോകും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ സംസാരിക്കാൻ ജനങ്ങളെ ഹൃദയങ്ങൾ കൈയെടുക്കുന്ന ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊരു നേതാവിനെ കണ്ടിട്ടുള്ളൂ. നിങ്ങളൊരു നേതാവിനെ കണ്ടിട്ടുള്ളൂ. അതാണ് ആ നേതാവ്. നിങ്ങൾക്ക് എറണാകുളത്തുള്ള ജനങ്ങളോട് എന്താണ് മൂന്ന് മുന്നണികൾക്കും പറയാനുള്ളത്? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. സുന്ദരേട്ടൻ അത് രണ്ട് ടേം എറണാകുളത്തിൻ്റെ സമഗ്രമായ വികസനത്തെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിന് സമഗ്രമായ വികസനം സംബന്ധിച്ച് ഞങ്ങൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ വലിയ തോതിൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലയും ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പഠന കോൺഗ്രസ് നടത്തിയിരുന്നു. ആ പഠന കോൺഗ്രസ് ഉരുത്തിരിഞ്ഞ് വന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പ് വയ്ക്കുമ്പോഴാണ് ഞാൻ അടക്കമുള്ള എല്ലാവർക്കും അറിയാൻ കഴിയുള്ളൂ. ആ ചർച്ചകളൊന്ന് പങ്കെടുക്കുക അല്ലെങ്കിൽ അത്തരം രേഖകൾ തയ്യാറാക്കപ്പെടുന്ന ഘടകത്തിലെ ആളുമല്ല ഞാൻ. പക്ഷേ അത് തരുമ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് കൂടി മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഭാഗം ഇപ്പോൾ വയനാട് ഇത് പാസ്സെടുത്ത് നമ്മുടെ തുരങ്കപ്പാത എടുത്ത് പരിശോധിച്ചാൽ VD സതീശൻ എന്ന് പറഞ്ഞാൽ നടക്കില്ല, അവിടെ അങ്ങനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പുള്ളി അവിടുത്തെ കരിങ്കരി തല്ലിപ്പൊട്ടിക്കില്ല എന്ന് പറഞ്ഞത് അതെല്ലാം അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ കേരളത്തിൽ വരാത്ത പല പദ്ധതികളും കൊണ്ടുവരുന്നതിനും നടപ്പാക്കുന്നതിനും ശേഷിയും പ്രാപ്തിയും ഉണ്ട്. അതിനുള്ള സോഴ്സുകളും കണ്ടെത്താൻ കഴിയുന്ന ഒരു സംവിധാനവും ഈ ഗവൺമെൻറ് ഉണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് തുടർന്ന് വന്നാൽ നമുക്ക് വലിയ 2031 ആകുമ്പോൾ ഇന്ന് കാണുന്നതിന് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയും. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതങ്ങൾ കൃത്യമായി കിട്ടുന്നില്ല എന്ന കാര്യത്തിൽ UDFൻ്റെ നിലപാടെന്താ? അത് കിട്ടുന്നത് തന്നെയാണ്. കേരളത്തെ ജനങ്ങൾ പട്ടിണി കിടന്നാലും കഷ്ടപ്പെട്ടാലും ദുരിതമനുഭവിച്ചാലും കേരളം വികസിക്കാൻ പാടില്ല ഇവരുടെ കാലഘട്ടത്തിൽ എന്ന ഒരു ക്രൂരതയുള്ള നിലപാട് സ്വീകരിക്കുന്നത്. കേരളത്തിന് വേണ്ടി ഒരുമിച്ച് പോരാടാൻ, ഒരുമിച്ച് നിൽക്കാൻ UDF മാത്രമല്ല കേരളത്തിലെ കക്ഷി രാഷ്ട്രീയക്കാർ ഒരുമിച്ച് നിന്ന് തീരുമാനിച്ചാൽ നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ടാവും. എറണാകുളം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് IT മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എറണാകുളം. കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടയാണ്. ഞങ്ങൾ 14 സീറ്റും സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ്. അതെ, പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ചോദിച്ചേ ഒരിക്കലും ഞങ്ങൾ 2 തവണ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ MLA കോൺഗ്രസ് ഉണ്ടായിരുന്ന ജില്ല എറണാകുളം. ഇപ്രാവശ്യം അത് മാറും വിനോദം. ഇല്ല ചേട്ടാ, അതിൻ്റെ തന്നെ തുടർന്ന് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവർക്ക് എല്ലാവർക്കും കരുതലും വികസനവും അവിടെ
അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ചെറുപ്പക്കാർക്ക്, കാരണം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ നമുക്കറിയാവുന്നത് നമ്മുടെ നാട് വിട്ടു പോവുക, അതിനെല്ലാം മറുപടിയുള്ള എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അവരെയൊക്കെ തിരിച്ച് UDF കൊണ്ടുവരും. അവരുടെ മാതാപിതാക്കളെ നോക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. എല്ലാം ചെയ്യുന്ന ഒരു ജില്ലയാക്കി എറണാകുളം സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനത്താണ് കേരളം. വ്യവസായ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കേരളം 1ാമതാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. VD സതീശൻ തുരങ്കപ്പാതയ്ക്കെതിരല്ല പറഞ്ഞത്, അവിടെ ആ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊരു ഏതൊരു സുന്ദരൻ ചേട്ടന് മാത്രമല്ല, എല്ലാ കമ്മ്യൂണിസ്റ്റുകളും പകുതിയെ കേൾക്കുള്ളൂ, പകുതി കേൾക്കില്ല. പഠനം നടത്തിയിട്ട് ഒന്നും കേൾക്കും. പഠനം നടത്തി കേന്ദ്ര ഗവൺമെന്റ് അനുവാദം വാങ്ങിച്ചതാണ് പറയുന്നത്. അതിനൊക്കെ പറയാനുണ്ടാവുമല്ലോ. പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞപ്പോൾ സുന്ദരേട്ടൻ പറഞ്ഞ AKG പഠന സെന്ററിൽ വെച്ചിട്ട് കുറുമ്പ് വന്നിരിക്കുകയാണല്ലേ, സ്നേഹിക്കുകയാണ് അത്ര. അതായത് നമ്മൾ പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ AKG സെന്ററിൽ വെച്ച് ദേശത്തിന്റെ വിവിധ ഇന്ത്യയിലെ പല ആളുകളും വന്നു പറഞ്ഞാൽ ആകെ പഞ്ചാബിൽ നിന്ന് 2 പേര് വരാനുണ്ടാവും. വിദേശ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ അതില്ല, സാധനമില്ല. 25,000 പേർക്ക് ഇപ്പൊ മുഖ്യമന്ത്രി കത്തെഴുതി. പിന്നെ നമ്മൾ അയ്യപ്പ സമ്മേളനം മറ്റും നടത്തിയത്. നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്, നമ്മളെ കുറിച്ച് പറയാനുള്ളത് എവിടെ നിന്നൊക്കെ വന്ന് എഴുന്നേറ്റ് ഇരിക്കുന്നൊക്കെ പറയുന്നത് നമ്മൾ പറയാണ് കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ വികസനം. ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, ഞാൻ കുട്ടിക്കാട് തൊട്ട് പോയത്. ആ റോഡ് നരേന്ദ്രമോദി സർക്കാർ വന്ന് നിതിൻ ഗഡ്കരി ആ റോഡിന്റെ വികസനം ഉണ്ടായിട്ടുണ്ട്. കുടിവെള്ളം ജനങ്ങൾക്ക്, കുടിവെള്ളത്തിന്റെ, കാർഷികം, മണ്ണിന്റെ അങ്ങനെ കുറെ കാര്യങ്ങൾ, കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസത്തിന്റെ വായ്പ, അങ്ങനെ റേഷൻ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തൊട്ടറിഞ്ഞ ദൈവത്തിന്റെ കയ്യൊപ്പെന്ന പോലെയാണ് നരേന്ദ്രമോദിയുടെ കയ്യൊപ്പ് കേരളത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷനിനോടുകൂടി കേരള BJP അധികാരത്തിൽ, BJPയുടെ നിരവധി MLA-മാർ, NDAയുടെ MLA-മാർ ഉണ്ടാകും. അത് ഉണ്ടായില്ലെങ്കിൽ അപകടം കേരളത്തിലെ ജനതയ്ക്കാണ്. കേരളത്തിലെ ജനത അത് തിരിച്ചറിയണം. ഈ അപകടം, അതായത് ഈ ആട്ടും തോലണിഞ്ഞ ചെന്നായെ പോലെയാണ് ഇടത് വലത് മുന്നണികൾ എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് അവസരം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളെ സംബന്ധിച്ച് ഒരു സെമി ഫൈനലാണ്. ആ അടുത്ത വർഷം പാർലമെൻറ്റിലാണ്. ഈ സെമി ഫൈനലിൽ നിങ്ങൾ നന്നായിട്ട് കളിക്കണം. നിങ്ങളുടെ വോട്ട് NDAക്ക് ആയിരിക്കണം. അത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്, എല്ലാവർക്കും വേണ്ടി. ഇപ്പൊ അദ്ദേഹം സമ്മതിച്ചു ഒരു റൗണ്ടും കൂടി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള സെമി ഫൈനലാണ്. ഈ ചർച്ചകളൊക്കെ എന്തായാലും ജനങ്ങൾ കേൾക്കട്ടെ, അവര് തീരുമാനം എടുക്കട്ടെ, കേൾക്കട്ടെ, അവര് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവര് തമ്മിൽ ലൂസേഴ്സ് ഫൈനലും ഞങ്ങള് ജേതാക്കളുമാണ്. കാരണം സുന്ദരൻ അടിയന്തരാവസ്ഥ പോരാളി, അതറിയോ? അടിയന്തരാവസ്ഥ സമയത്ത് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള അല്ലേ, പോലീസ് മർദ്ദനത്തിനൊക്കെ. അത് അടിയന്തരാവസ്ഥ ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊട്ടടുത്തേക്കുന്ന ആൾക്കാരാണ്. അതെ അതെ അതെ, അത് വേറൊരു കഥ, വേണ്ട. ഞാൻ സുന്ദരന്റെ അവസ്ഥ പറഞ്ഞു തന്നെയാണല്ലോ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ചെയർമാൻ, വൈസ് ചെയർമാൻ, പ്രതിപക്ഷ നേതാവ്, അതൊക്കെ. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് കേട്ട പേരാണ്. തർക്കവും പഴക്കമുള്ള ഐഡിയോളജി ഞങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിലും RSS അദ്ദേഹത്തെ ബഹുമാനിക്കണമല്ലോ, കാരണം ബഹുമാനിക്കണം. നമസ്കാരം. ഇവരുടെ സ്നേഹം എന്നും ഇതുപോലെ തന്നെ നിൽക്കട്ടെ. അതുപോലെ തന്നെ സ്നേഹത്തോടെ എല്ലാവരും തിരക്കുകളിലാണ് ഇവരെല്ലാം ഓടി വന്നിരിക്കുന്നത്. ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ശില്പ. കാരണം വെച്ചാൽ അത്രയും വലിയ ഓട്ടത്തിനിടക്കാണ് 3 മുന്നണികളുടെയും പ്രതിനിധീകരിച്ച ആളുകൾ വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു ദിവസം അവർക്ക് അവസാന സമയത്തെ പ്രചരണത്തിലാണ് എല്ലാവരും ഉള്ളത്. നേതൃത്വം കൊടുക്കാനൊക്കെ അവർക്ക് പോകേണ്ടതുണ്ട്. പോകട്ടെ, നമ്മുടെ തിരക്കുകളിലേക്ക് പോകാം. ജനങ്ങൾ അവരുടെ ചിന്തകളിലേക്ക് പോട്ടെ. ജനങ്ങൾ പറയട്ടെ, ജില്ലയിലേക്ക് പോയി